എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ സെൽ ബയോളജി പോർഷനിൽ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്, ബൾക്ക് ട്രാൻസ്പോർട്ട്, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, then intracellular organelles, different intracellular organelles like endoplasmic reticulum, mitochondria, chloroplast, ribosome, lysosome, peroxisome, glyoxysome and Golgi complex. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സെൽ ബയോളജി പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the typical thickness of the plasma membrane in a eukaryotic cell is. യൂക്കാരിയോട്ടിക് സെല്ലിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, നമുക്കറിയാം. പ്രൊക്കാരിയോട്ടിക് സെല്ലുണ്ട്, യൂക്കാരിയോട്ടിക് സെല്ലുണ്ട്. സോ യൂക്കാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ന്യൂക്ലിയസ് ഒക്കെ, ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ തിക്നെസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 5 to 10 ആങ്സ്ട്രം, 5 to 10 നാനോമീറ്റർ, 5 to 10 മൈക്രോമീറ്റർ ആൻഡ് 5 to 10 മില്ലിമീറ്റർ. So the right answer is 5 to 10 nanometer. Answer is 5 to 10 nanometer. Approximately 7.5 nanometer എന്നൊക്കെയാണ് നമ്മൾ മിക്ക ടെക്സ്റ്റ് ബുക്കിലും കാണാനായിട്ട് പറ്റുക. Moving on to next question. Our second question. Glycolipids are commonly found in the plasma membrane in the following locations. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗ്ലൈക്കോലിപ്പിഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് പ്ലാസ്മ മെംബ്രെയിനിൽ ഗ്ലൈക്കോലിപ്പിഡിൻ്റെ പൊസിഷൻ? നമുക്കറിയാം, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലിപ്പിഡ് ബൈലെയർ ആണ് അല്ലേ, ലിപ്പിഡ് ബൈലെയർ. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, ഒരു യൂക്കാരിയോട്ടിക് സെല്ല് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ കാണാനായിട്ട് പറ്റുക. ദെൻ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസിലായിട്ട് നമുക്ക് പ്രോട്ടീൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ദെൻ അത് കൂടാതെ എന്തൊക്കെ കാണാനായിട്ട് പറ്റും? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസിനെ കൂടാതെ പ്രോട്ടീൻസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കാണാനായിട്ട് പറ്റും. ദെൻ ഈ കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് കാണുക? ഒന്നില്ലേ ഇവിടെ കാണുന്ന ലിപ്പിഡുമായിട്ട് ലിങ്ക് ചെയ്ത്, കാർബോഹൈഡ്രേറ്റ് ലിങ്ക്ഡ് വിത്ത് ലിപ്പിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലൈക്കോലിപ്പിഡ്സും, അതല്ല അവിടെയുള്ള പ്രോട്ടീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് വിളിക്കും, ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ദെൻ ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തിനോട് നിയറർ ആയിട്ടുള്ള ഒരു സൈഡ്, ഇതാണ് സൈറ്റോപ്ലാസം. സോ സൈറ്റോപ്ലാസത്തിനോട് നിയറർ ആയിട്ടുള്ള ഒരു സൈഡും കാണും, അതായത് നമ്മൾ സൈറ്റോപ്ലാസ്മിക് സൈഡ് എന്നും, അതല്ല എന്നുണ്ടെങ്കിൽ സൈറ്റോസോളിക് സൈഡ് എന്ന് വിളിക്കും. ഇത് നോൺ സൈറ്റോസോളിക് സൈഡ്, അതായത് എക്സ്ട്രാ സെല്ലുലാർ സൈഡും അതിന് നമ്മൾ നോൺ സൈറ്റോസോളിക് എന്നും, അതല്ല സൈറ്റോപ്ലാസ്റ്റിനോട് ചേർന്നുള്ളതിനെ സൈറ്റോസോളിക് സൈഡ്, നോൺ സോ പ്ലാസ്മ മെംബ്രെയിൻ രണ്ട് സൈഡ് ഉണ്ട്, സൈറ്റോസോളിക് ആൻഡ് നോൺ സൈറ്റോസോളിക്. സൈറ്റോപ്ലാസത്തിൻ്റെ അടുത്തുള്ള പ്ലാസ്മ മെംബ്രെയിൻ്റെ സൈഡിനെ സൈറ്റോസോളിക് എന്നും, ഓപ്പോസിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സൈഡിനെ നോൺ സൈറ്റോസോളിക് ഫേസ് എന്നാണ് വിളിക്കുക. ഇതിലെവിടെയാണ് ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച്ഡ് ടു ദി ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളാണ് ഗ്ലൈക്കോലിപ്പിഡ്. ഗ്ലൈക്കോലിപ്പിഡ്സ് എവിടെയാണ് കാണാൻ? ആക്ച്വലി ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെല്ലിൻ്റെ റെക്കഗ്നിഷൻ, സെല്ലുലാർ റെക്കഗ്നിഷനാണ് ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്, ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ സെൽ ടൈപ്പ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സെൽ ടൈപ്പ് അനുസരിച്ച് വേരി ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ, ഇന്നർ ലീഫ്ലെറ്റ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇന്നർ ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞത് ഈ സൈഡ്, സൈറ്റോസോളിക് സൈഡിനെയാണ് ഇന്നർ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. ആണോ? അല്ല. സോ ആ ഓപ്ഷനും റോങ് ആണ്, ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. ഔട്ടർ ലീഫ്ലെറ്റ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ലീഫ്ലെറ്റ് അല്ലേ, ഒരു സെല്ലിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കഗ്നീഷനാണ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ ഔട്ടർ എന്നുള്ളത് റൈറ്റ് ഓപ്ഷൻ ആണ്. ഫോർത്ത് ഓപ്ഷൻ നോക്കാം, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ബോത്ത് ഔട്ടർ ആൻഡ് ഇന്നർ ലീവ്സ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതും റോങ് ഓപ്ഷനാണ്. സോ കറക്റ്റ് ആൻസർ, ഗ്ലൈക്കോലിപ്പിഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ ഔട്ടർ ലീഫ്ലെറ്റ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ലീഫ്ലെറ്റിലാണ് ഗ്ലൈക്കോലിപ്പിഡ്സിനെ കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ്. നമ്മളിപ്പോൾ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ നോക്കാം.
എ പ്രോട്ടീൻ എന്താണ് പറയുന്നത്? എ പ്രോട്ടീൻ, എ ലിപ്പിഡ് ആൻഡ് എ സെല്ലുലോസ് ലെയർ എന്ന് ആണോ? അല്ല. സെക്കൻഡ് ഓപ്ഷൻ ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ് അല്ലേ? എങ്ങനെയാണ് ലിപ്പിഡ് ബൈലെയർ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ, ഇതാണ് ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ്. Lipid bilayer surrounded by protein layers, and third one a protein layer between two lipid layers. നടുക്ക് പ്രോട്ടീനും അതിന് ചുറ്റും 2 ലിപ്പിഡ് ലെയർ, അതാണോ? അല്ല. ലിപ്പിഡ് ലെയർ ബിറ്റ്വീൻ 2 പ്രോട്ടീൻ ലെയേഴ്സ്. ഇവിടെ എങ്ങനെയാണ്? ലിപ്പിഡ് ലെയർ, ഒരു ലിപ്പിഡ് ലെയർ ബിറ്റ്വീൻ 2 പ്രോട്ടീൻ ലെയേഴ്സ് എന്നാണ് പറയുന്നത്. സോ ആൻസർ ഡി യു അല്ല. ആൻസർ ഏതാ വരിക? ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ്. ലിപ്പിഡ് ബൈലെയർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ലെയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്ലാസ്മ മെംബ്രെയിൻ the best way to know the characteristic of membrane protein is. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നുകൂടി നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ, ഇൻ പ്ലാസ്മ മെംബ്രെയിൻ the best way to know the characteristic of membrane protein. പ്ലാസ്മ മെംബ്രെയിൻ്റെ മെംബ്രെയിൻ പ്രോട്ടീൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, second one X-ray crystallography and electron microscopy, third one cryo-sectioning and electron microscopy, and D all of the above. The best method to know the characteristic of membrane protein എന്ന് പറയുന്നത് X-ray crystallography and electron microscopy ആണ്. ഏതാണ്? X-ray crystallography and electron microscopy. അടുത്ത ക്വസ്റ്റ്യൻ, glycolipid associated with the entry of cholera toxin into the cell is. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? glycolipid associated with the entry of cholera toxin into the cell. നമ്മുടെ കോളറ ടോക്സിൻ എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? കോളറ, വിബ്രിയോ കോളറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ് കോളറ ടോക്സിൻ. കോളറ ഇൻഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏത് ഗ്ലൈക്കോലിപ്പിഡ് ആണെന്ന് ഇതിന് കാരണം. ഗ്ലൈക്കോലിപ്പിഡ് അസോസിയേറ്റഡ് വിത്ത് എൻട്രി ഓഫ് കോളറ ടോക്സിൻ ടു ദ സെൽ. സോ കോളറ ടോക്സിൻ ഒരു സെല്ലിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ചില സർഫസ് മോളിക്യൂൾ, ചില ഗ്ലൈക്കോലിപ്പിഡ്സിനായിട്ട് അത് ഇൻറ്ററാക്ട് ചെയ്യണം. ആ പർട്ടിക്കുലർ ഗ്ലൈക്കോലിപ്പിഡ് ഏതൊക്കെ സെല്ലിലാണോ കാണുന്നത് ആ സെല്ലിലേക്ക് മാത്രമാണ് കോളറ ടോക്സിന് എൻട്രി അകത്തോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയാണ് കോളറ ടോക്സിൻ ഒരു സെല്ലിനകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ സർഫസിലാണ് ഗ്ലൈക്കോലിപ്പിഡ് കാണുക അല്ലേ? പർട്ടിക്കുലർ ഗ്ലൈക്കോലിപ്പിഡ്സ് കാണണം. അത് ഏത് ഗ്ലൈക്കോലിപ്പിഡ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ GM1 ഗാംഗ്ലിയോസൈഡ്, GM3 ഗാംഗ്ലിയോസൈഡ്, സെറിബ്രോസൈഡ്, ഇതൊക്കെ ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് GM1 ഗാംഗ്ലിയോസൈഡ്. ഇത് മെയിനായിട്ട് കാണുന്നത് ഇൻറ്റസ്റ്റൈനൽ സെൽസിലേക്കാണ്. ഇതാണ് ഒരു ഇൻറ്റസ്റ്റൈനൽ സെൽ എന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ സർഫസിൽ എന്ത് നമുക്ക് കാണാനായിട്ട് പറ്റും? ആ സെൽ സർഫസിൽ GM1 ഗാംഗ്ലിയോസൈഡ്. സോ ഈ GM1 ഗാംഗ്ലിയോസൈഡായിട്ട് കോളറ ടോക്സിൻ വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യും, ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് കോളറ ടോക്സിന് സെല്ലിനകത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കോളറ ടോക്സിൻ interact with the GM1 ganglioside present on the plasma membrane. Next question, according to the fluid mosaic model, the correct sequence of the plasma membrane. Widely accept ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. എന്താണ് ഫ്ലൂയിഡ് മൊസൈക് മോഡലിൻ്റെ കറക്റ്റ് ഓർഡർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ലിപ്പിഡ്, പ്രോട്ടീൻ, പ്രോട്ടീൻ, ലിപ്പിഡ്. ഇങ്ങനെയാണ് 2 ലിപ്പിഡ് ഇൻ ബിറ്റ്വീൻ പ്രോട്ടീൻ ബൈലെയർ ആണോ? അല്ല. നെക്സ്റ്റ് വൺ പ്രോട്ടീൻ, ലിപ്പിഡ്, അതുമല്ല. പ്രോട്ടീൻ, ലിപ്പിഡ്, പ്രോട്ടീൻ. സോ ലിപ്പിഡ് ബൈലെയർ ആൻഡ് അതിനെ സറൗണ്ട് ചെയ്തിട്ട് 2 പ്രോട്ടീൻ ലെയർ, ഓരോ പ്രോട്ടീൻ ലെയർ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എ ലിപ്പിഡ് ബൈലെയർ വിച്ച് ഈസ് സാൻഡ്വിച്ച്ഡ് ഇൻ ബിറ്റ്വീൻ പ്രോട്ടീൻ ലെയേഴ്സ്.
Next question, which of the following is a key difference between liposomes and micelles? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലിപ്പോസോമും മിസെല്ലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലിപ്പോസോം എന്നും മിസെല്ലി എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമുക്കറിയാം ലിപ്പിഡ് ബൈലെയർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമുക്കറിയാം ഒരുപാട് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് അല്ലേ, ഇതാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ആംഫിപതിക് ഇൻ നേച്ചർ. ദേ ആർ ആംഫിപതിക് ഇൻ നേച്ചർ. 2 ചാർജ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഹൈഡ്രോഫോബിക് സൈഡും ഇങ്ങനെ ടെയിൽ റീജിയൻ ഉണ്ട്. ദാറ്റ് ടെയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിച്ച് ഈസ് ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫോബിക് ടെയിൽ പ്രസൻ്റ് ആണ്. അതുകൂടാതെ അതിൻ്റെ ഹെഡ് റീജിയൻ എങ്ങനെയാണ്? ഹെഡ് റീജിയൻ ഈസ് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. ഹെഡ് റീജിയൻ ഈസ് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. സോ ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് റീജിയനും നമുക്ക് കാണാനായിട്ട് പറ്റും ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ. ഇങ്ങനെയുള്ളൊരു ആംഫിപതിക് മോളിക്യൂളിനെ ഒരു അക്വസ് സൊല്യൂഷനിൽ ഇട്ടേക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനായിട്ട് മിക്സ് ചെയ്തു, വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ളൊരു ആംഫിപതിക് മോളിക്യൂളിനെ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഒരു അക്വസ് മീഡിയമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് ഇവിടെ ലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്യും. അതിൻ്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് എന്തുണ്ടാവും? സെൻറ്റർ പോർഷനിൽ ഒരു വാട്ടറി ഏരിയ ഉണ്ടാവും, ഒരു അക്വസ് റീജിയൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ റീജിയനിലും വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും. സോ ഇങ്ങനെ ബൈലെയർ ഫോം ചെയ്ത് സെൻറ്ററിൽ വാട്ടർ അല്ലെങ്കിൽ അക്വസ് മീഡിയം എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഹൈഡ്രോഫിലിക് സൈഡ് അതിന് ചുറ്റും ഒരു വാട്ടർ മീഡിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ബൈലെയർ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിപ്പോസോംസ്. എന്താണ്? ലിപ്പോസോംസ്. ആ സമയം മിസെല്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെയിൽ റീജിയൻ സിംഗിൾ ടെയിലാണെന്ന് വിചാരിക്കും. ഇവിടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിലെ ഫോസ്ഫോലിപ്പിഡ്സ് നോക്കുമ്പോൾ 2 ടെയിൽ കാണാനായിട്ട് പറ്റും. ചില കേസസിൽ സിംഗിൾ ടെയിലായിരിക്കും കാണാനായിട്ട് പറ്റുക. ചില കേസസിൽ ഇങ്ങനെ സിംഗിൾ ടെയിലായിരിക്കും ഫോം ചെയ്യാം. സോ ഇങ്ങനെ സിംഗിൾ ടെയിലുള്ള കണ്ടീഷനിൽ അവർ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. എങ്ങനെയാണ് ബോൾ ഫോം ചെയ്യുന്നത്? അതിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ റീജിയൻ അതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് എൻക്ലോസ് ചെയ്യും. ആൻഡ് ദ ഹൈഡ്രോഫിലിക് ഹെഡ് ഇൻട്രാക്ട് വിത്ത് ഇറ്റ് സറൗണ്ടിങ്. അതിൻ്റെ ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയൻ എങ്ങനെയാണ്? അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള വാട്ടർ മീഡിയമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ മിസെല്ല എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുക? മിസെല്ലെ. ലിപ്പോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബൈലെയർ ആയിരിക്കും. സെൻറ്റർ പോർഷനിൽ എന്താണ്? അക്വസ് മീഡിയം ഉണ്ടായിരിക്കും. അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഹൈഡ്രോഫിലിക് ഹെഡ് കാണും. ദെൻ അതിൻ്റെ ഔട്ടർ റീജിയനിലും ഹൈഡ്രോഫിലിക് ഹെഡാണ്, അതും എക്സ്റ്റേണൽ വാട്ടർ മീഡിയമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ദെൻ മിസെല്ലെ എന്ന് പറയുമ്പോൾ ഇന്നർ കോറിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ മാത്രം ഇങ്ങനെ അടുക്കടുക്കായിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ അതിന് ചുറ്റും ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയൻ ആൻഡ് ദാറ്റ് ഹൈഡ്രോഫിലിക് റീജിയൻ ആയിരിക്കും ഇൻട്രാക്ട് വിത്ത് ദ സറൗണ്ടിങ് വാട്ടർ മീഡിയം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ലിപ്പോസോം ആൻഡ് മിസെല്ലി? ഫസ്റ്റ് ഓപ്ഷൻ, ലിപ്പോസോംസ് ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ വൈൽ മിസെല്ലീസ് ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. അല്ലേ? ലിപ്പോസോം ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ വൈൽ മിസെല്ലി ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. ഓപ്ഷൻ കറക്റ്റ് ആണ്. ലിപ്പോസോംസ് ആർ ഫോംഡ് ബൈ പ്രോട്ടീൻസ് ആണോ? അല്ല. സോ ഓപ്ഷൻ ബി റോങ് ആണ്. ലിപ്പോസോംസ് ആർ യൂസ്ഡ് ഇൻ ഡ്രഗ് ഡെലിവറി വൈൽ മിസെല്ലീസ് ആർ നോട്ട്. അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ലിപ്പോസോംസ് ആർ റിജിഡ് വൈൽ മിസെല്ലീസ് ആർ ഫ്ലെക്സിബിൾ. അതും ഓപ്ഷൻ റോങ് ആണ്. സോ കറക്റ്റ് ആൻസർ, രണ്ട് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ലിപ്പോസോംസ് ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ
ഈ കാണിച്ചിരിക്കുന്നത്. വൈൽ മിസെല്ലീസ് ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. ദെൻ ലിപ്പോസോംസ് ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മിസെല്ലീസും ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലിപ്പോസോംസ് ആണ്. സോ ആൻസർ ഏതാണ്? കീ ഡിഫറൻസ് ലിപ്പോസോംസ് ഹാവ് എ ബൈലെയർ സ്ട്രക്ചർ വൈൽ മിസെല്ലീസ് ഹാവ് എ മോണോലെയർ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ characteristic feature of integral membrane proteins? പ്ലാസ്മ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അവിടെ ലിപ്പിഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. സോ അതിൽ പ്രോട്ടീൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്, ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓർ ഇൻട്രിൻസിക് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഓർ ദ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്നൊക്കെ പറയും. ഈ പ്രോട്ടീൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മെയിനായിട്ട് ഈ പ്രോട്ടീൻസ് എന്തിനാണ്? ദേ ആക്ട് ആസ് ചാനൽസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ കൂടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ലാർജ് മോളിക്യൂളിനെ ഈസിലി ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ലാർജർ മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസസിനും ഈസിലി ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് അയോൺസ് ഒക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൻ ചാനൽസ് അല്ലെങ്കിൽ പോർസ് ഒക്കെ ആവശ്യമാണ്. അതാണ് മെയിനായിട്ട് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദേ ആർ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ ലിപ്പിഡ് ബൈലെയർ. ദേ ആർ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ ലിപ്പിഡ് ബൈലെയർ. ബി, ദേ ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ. ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ അവരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദേ സ്പാൻ ദ ലിപ്പിഡ് ബൈലെയർ 1 or more times and they are often associated with the cell's exoskeleton. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. They span the lipid bilayer 1 or more times. ലിപ്പിഡ് ബൈലെയറിൽ ഇങ്ങനെ സ്പാൻ ചെയ്ത് ഒന്നോ അതിൽ കൂടുതൽ തവണയോ അത് സ്പാൻ ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. ആ എൻറ്റയർ ലെങ്ത്തിൽ കാണാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആർ ഓൾസോ നോൺ ആസ്. ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, എന്താണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസിനെ വിളിക്കുന്ന വേറൊരു പേര്? ഓപ്ഷൻസ് നോക്കാം. ഇൻട്രിൻസിക് പ്രോട്ടീൻസ്, ഗ്ലൈക്കോസിലേറ്റഡ് പ്രോട്ടീൻസ്, transmembrane proteins and bilayer proteins. എന്താ വിളിക്കുക? They are called intrinsic proteins. Integral proteins are also called intrinsic proteins. Next question. Which membrane protein type is most likely to function as an ion channel? എന്താണ് ക്വസ്റ്റ്യൻ? Which membrane protein type is most likely to function as an ion channel? ഒരു അയോൺ ചാനലായിട്ട് വർക്ക് ചെയ്യുന്ന മെംബ്രെയിൻ പ്രോട്ടീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. എന്താണ് പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ? ഇതാണ് ലിപ്പിഡ് ബൈലെയർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസിൽ കാണുന്നത്, അതിൻ്റെ പെരിഫറൽ സർഫസ് സൈറ്റോസോളിക് സൈഡ് ആവാം, അതുപോലെ തന്നെ നോൺ സൈറ്റോസോളിക് സൈഡ് ആവാം. എവിടെയാണെങ്കിലും പെരിഫറിയിൽ കാണുന്നതിനെയാണ് നമ്മൾ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ഇവിടെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട് അല്ലേ, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ഈ ഫോസ്ഫോലിപ്പിഡായിട്ട് ലിങ്ക് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ദെൻ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ, സ്പാൻ ചെയ്ത് കാണുന്നത് അല്ലേ. ഇങ്ങനെ മെംബ്രെയിനിൽ ഫുള്ളി സ്പാൻ ചെയ്ത് കാണുന്ന പ്രോട്ടീൻസിനെയാണ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സർഫസിൽ കാണുന്ന പ്രോട്ടീൻസിനോട് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് വിളിക്കാം. നമ്മളോട് എന്താ ചോദിക്കുന്നത്? വിച്ച് ക്യാൻ ബി ആക്ട് ആസ് ആൻ അയോൺ ചാനൽ എന്നാണ് പറയുന്നത്. അയോൺ ചാനലിൻ്റെ ഫംഗ്ഷൻ എന്താ? പുറത്തുനിന്നോ അകത്തുനിന്നോ പുറത്തുനിന്ന് സെല്ലിനകത്തോട്ട് അയോൺസിനെ മൂവ് ചെയ്യിക്കണം, അതുപോലെ തന്നെ സെല്ലിനകത്ത് നിന്ന് പുറത്തോട്ടും അയോൺ മൂവ്മെൻറ്റ് പോസിബിൾ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും? പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെരിഫറൽ സർഫസിൽ മാത്രമായിരിക്കും കാണുക. ദെൻ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ആ ഫോസ്ഫോലിപ്പിഡായിട്ട് അറ്റാച്ച് ചെയ്ത് സർഫസിലോട്ട് കാണുന്ന പ്രോട്ടീൻസ്. ദെൻ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് പറഞ്ഞാൽ ഫുള്ളി സ്പാൻ ചെയ്ത് കാണുന്നത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ടു പ്രോട്ടീൻസ്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ ഫുൾ ആ മെംബ്രെയിനിൽ സ്പാൻ ചെയ്ത് കാണണം അല്ലേ. സോ ദ ആൻസർ എന്ന് പറയുന്നത് ദേ ആർ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ആൻസർ ഈസ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഈസ് ഇൻവോൾവ് ഇൻ സെൽ റെക്കഗ്നീഷൻ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്ന മെംബ്രെയിൻ പ്രോട്ടീൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതായിരുന്നു? ഓപ്ഷൻ ഗ്ലൈക്കോപ്രോട്ടീൻസ്, ട്രാൻസ്പോർട്ടേഴ്സ്, അയോൺ ചാനൽസ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഏതാണ് സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ കോളറ ടോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നത് ദേ ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കെയാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? സെൽ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, aquaporins are membrane proteins that facilitate the transport of. aquaporins എന്താണ് ക്വസ്റ്റ്യൻ? aquaporins എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർ വിച്ച് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് വിച്ച് മോളിക്യൂൾ? ഓപ്ഷൻസ് എ അയോൺസ്, ഗ്ലൂക്കോസ്, water and amino acids. Aquaporins, aqua means water, so aquaporins are related to transport water. Answer is option C, water. Next question, GPI anchored proteins show particular affinity towards. ആണ് ചോദിച്ചിരിക്കുന്നത്. GPI anchored പ്രോട്ടീൻസുമായിട്ട് ഗ്ലൂക്കോഫോസ്ഫോഇനോസിറ്റോൾ എന്ന് പറയും. ഓക്കെ, ഗ്ലൂക്കോസിൽ ഫോസ്ഫോഇനോസിറ്റോൾ. ഈ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസുമായിട്ട്, ഇതൊരു പ്രോട്ടീൻ മെംബ്രെയിൻ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ലിപ്പിഡ്, ആ ലിപ്പിഡിൻ്റെ C ടെർമിനൽ എന്താണ്? GPI അഡീഷണലി അറ്റാച്ച് ചെയ്ത് കാണും. അതുകൊണ്ടാണ് അതിന് GPI ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് മെയിനായിട്ട് എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും അഫിനിറ്റി കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ കൊളസ്ട്രോൾ, ബി ഹൈഡ്രോഫോബിക് ടെയിൽ, സി ലിപ്പിഡ് റാഫ്റ്റ് ആൻഡ് ഡി ഫോസ്ഫാറ്റിഡൈൽ സെറീൻ. ഇങ്ങനെയുള്ള GPI ആങ്കേർഡ് പ്രോട്ടീൻസ് മെയിനായിട്ട് കാണുന്നത് ലിപ്പിഡ് റാഫ്റ്റ് റീജിയൻ ആണ്. എവിടെയാണ്? ലിപ്പിഡ് റാഫ്റ്റ് റീജിയൻ. ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലാസ്മ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ ഇതുപോലെ കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള ചില റീജിയൻസ് കാണാനായിട്ട് പറ്റും. അതിനെയാണ് ശരിക്കും ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അതുപോലെ GPI ആങ്കേർഡ് പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ മെംബ്രെയിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പ് മാറാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലിപ്പിഡ് റാഫ്റ്റാണ്. സോ ഈ ലിപ്പിഡ് റാഫ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏതാണ്? GPI ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് റാഫ്റ്റിൽ നമുക്ക് GPI ആങ്കേർഡ് പ്രോട്ടീൻസ് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് അസ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് അസ്. നമ്മൾ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് പഠിച്ചപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമിലായിരിക്കും അത് കാണാമെന്ന് പറഞ്ഞു. എയ്തർ ഒരു സൈഡിലോട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ മെംബ്രെയിനായിട്ട് ഫുൾ മെംബ്രെയിനിൽ സ്പാൻ ചെയ്യും. ഒറ്റ സിംഗിൾ ആയിരിക്കും, പക്ഷെ അത് ഫുൾ മെംബ്രെയിനിൽ സ്പാൻ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി സ്പാൻ ആയിരിക്കും. ഇതെല്ലാം ഏതാണ്? ഇതെല്ലാം തന്നെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ബീറ്റ ബാരൽസ് ആയിട്ടും കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് ആസ്. ഏത് ഫോമിലാണ്? ആൽഫ ഹെലിക്സ് ആണോ, ബീറ്റ ഷീറ്റ് ആണോ, ട്രിപ്പിൾ ബീറ്റ ഷീറ്റ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൽഫ ഹെലിക്സ്. ഏത് ഫോമിലാണ് കാണാനായിട്ട് പറ്റുക? വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൽഫ ഹെലിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് covalently attached to a lipid molecule in the cell membrane? Which of the following is covalently attached to a lipid molecule in the cell membrane? സെൽ മെംബ്രെയിനിലെ ലിപ്പിഡ് മോളിക്യൂളിനോട് കോവാലൻ്റ്ലി അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത് ഏത് മോളിക്യൂളാണ്? ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണോ? അല്ല. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് അതുമല്ല. പെരിഫറൽ പ്രോട്ടീൻസ് അതും ലിപ്പിഡിനോട് ബൈൻഡ് ചെയ്തല്ല കാണുക. സോ ആൻസർ ഏതാണ്? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ.
lipid anchored proteins are covalently attached to a lipid molecule in the cell membrane. അതിനൊരു എക്സാമ്പിൾ ആണ് GPI anchored protein എന്ന് പറയുന്നത്. GPI anchored protein. Next question, the latest and most acceptable model for cell membrane is? Cell membrane model, different models പറയുന്നുണ്ട്. Trilaminar model, unit model, lamellar model, micellar model എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ, ബി ലാമെല്ലാർ മോഡൽ, സി ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആൻഡ് ഡി മിസെല്ലാർ മോഡൽ. സോ ദ ആൻസർ ഈസ് fluid mosaic model. Option C, fluid mosaic model. Next one, the low incidence of lipid flip-flop in a membrane preserves. The low incidence of lipid flip-flop in a membrane preserves. Membrane fluidity, membrane melting temperature, membrane asymmetry and all of the above. So first നമ്മൾ flip flop എന്താണെന്ന് അറിഞ്ഞിരിക്കണം. flip flop എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ രണ്ട് സൈഡ് ഉണ്ട് നമുക്കറിയാം. ഒരു ഇന്നർ സൈഡ് അല്ലെങ്കിൽ സൈറ്റോസോളിക് സൈഡും ഒരു ഔട്ടർ സൈഡ് വിച്ച് ഈസ് എ നോൺ സൈറ്റോസോളിക് സൈഡ്. സോ ഇതിൽ രണ്ടിലും ഒരുപോലെ അല്ല ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. രണ്ട് സൈഡും ഒരേപോലെ, അതായത് ഇവിടെ പല കമ്പോണൻസ് ഉണ്ടാവും. ഫോസ്ഫാറ്റിഡൈൽ സെറീൻ, ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, ഫോസ്ഫാറ്റിഡൈൽ കോളിൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ഇത് രണ്ട് ലെയറിലും ഒരുപോലെ അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല കാണിക്കാം. ഇന്നർ ലീഫ്ലെറ്റിലും അതുപോലെ ഔട്ടർ ലീഫ്ലെറ്റിലും ഇതിലൊരു ഡിഫറൻസ് ഉണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരുപോലെ അല്ല. സോ ഈ കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മൂവ് ചെയ്യും. ഇവിടെ കാണുന്ന കമ്പോണൻറ്റ് ഇപ്പോൾ ഫോസ്ഫോലിപ്പിഡ് എടുത്തു കഴിഞ്ഞാൽ, മെയിൻലി ഫോസ്ഫോലിപ്പിഡ്, ആ ഫോസ്ഫോലിപ്പിഡിന് ചില ടൈപ്പ് മൂവ്മെൻറ്റ് കാണിക്കുമെന്നാണ് പറയുന്നത്. മെയിൻലി 3 ടൈപ്പ്. അതിൻ്റെ ആക്സിസിൽ തന്നെ റൊട്ടേഷണൽ മൂവ്മെൻറ്റിന് അത് പറ്റും. അതുപോലെ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനാണ് ഫ്ലിപ്പേസ്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മൂവ്മെൻ്റ് ആണ്? അതിൻ്റെ സെൻട്രൽ ആക്സിസിൽ മൂവ് ചെയ്യാനായിട്ട്, സ്വയം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇൻവേർഡിൽ നിന്ന് ഔട്ട്വേർഡ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്വേർഡിൽ നിന്ന് ഇൻവേർഡ്, അതായത് ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ടും ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മെംബ്രെയിൻ അസിമെട്രി കീപ്പ് ചെയ്യാനായിട്ടാണ്. ഇതാണ് മെംബ്രെയിൻ അസിമെട്രി. സോ ദ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മെംബ്രെയിൻ അസിമെട്രി. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കുക. ദ ലോ ഇൻസിഡൻസ് ഓഫ് ലിപ്പിഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ എ മെംബ്രെയിൻ പ്രിസർവ്സ് മെംബ്രെയിൻ അസിമെട്രി. മെംബ്രെയിൻ അസിമെട്രി. നെക്സ്റ്റ് വൺ, which enzyme is responsible for moving phospholipid from the outer leaflet to the inner leaflet of the plasma membrane? ഞാൻ പറഞ്ഞു ഫ്ലിപ്പ് ഫ്ലോപ്പ് മെക്കാനിസം അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 എൻസൈംസ് ആണ് മെയിൻലി ഉള്ളത്. ദേ ആർ ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഇതിൽ ഫ്ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലിപ്പേസ് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഫ്ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റ്, ഈ ഐ വെച്ച് ഓർത്താൽ മതി. ടു ഇൻ ടുവേർഡ്സ് ഇൻ, അകത്തോട്ട്, ആ ഇന്നർ ലീഫ്ലെറ്റിൻ്റെ ഐ ആയിട്ട് ഓർത്താൽ മതി. സോ ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ട് ഫോസ്ഫോലിപ്പിഡിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഫ്ലിപ്പേസ്. ഫ്ലോപ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോപ്പേസുമേ ടു ഔട്ട് എന്നുള്ള മീനിങ്ങിൽ ഓർത്ത് വയ്ക്കുക. ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് ഫോസ്ഫോലിപ്പിഡിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലോപ്പേസ്. ദെൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു എൻസൈം ഉണ്ട് വിച്ച് ഈസ് കോൾഡ് സ്ക്രിംബേസ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫ്ലിപ്പേസ് ആൻഡ് ഫ്ലോപ്പേസ്. ഫ്ലിപ്പേസ് എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളിനെ ഔട്ടർ ലീഫ്ലെറ്റിൽ നിന്ന് ഇന്നർ ലീഫ്ലെറ്റിലോട്ട് മൂവ്മെൻറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ
moving phospholipid from the outer leaflet to the inner leaflet of the plasma membrane. Option flippase, scramblase, phospholipase, D kinase. Answer is flippase. Scrimblase, scramblase ഒക്കെ സെയിം ഫംഗ്ഷൻ ആണ്. ഓക്കെ. Next one, the appearance of phosphatidylserine on the outer leaflet of the plasma membrane is an indication of. So ഇവിടെ ഒരു ഫോസ്ഫോലിപ്പിഡിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ഫോസ്ഫാറ്റിഡൈൽസെറിൻ. ഈ ഫോസ്ഫാറ്റിഡൈൽസെറിൻ മെയിൻ ആയിട്ട് കാണുന്നത് ഇന്നർ ലീഫ്ലെറ്റിൽ. എവിടെയാണ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ? ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതലായിട്ട് കാണുക. ഇന്നർ ലീഫ്ലെറ്റ്. ഫോസ്ഫാറ്റിഡൈൽസെറിൻ ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതലായിട്ട് കാണുക. ദെൻ ഇത് എപ്പോഴാണ് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഔട്ടർ ലീഫ്ലെറ്റിൽ ഫോസ്ഫാറ്റിഡൈൽസെറിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കണ്ട അതൊരു ഇൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറായിട്ട് ആക്ട് ചെയ്യുന്ന പറയുന്നത്. അത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ അപ്പോപ്റ്റോസിസ് ഓർ സെൽ ഡാമേജ്, സെൽ ഡെത്ത്. ആ സെല്ലിൻ്റെ ഫങ്ഷൻ ഒന്നും പ്രോപ്പർ അല്ല, ആ സെല്ല് ഡെസ്ട്രക്ഷന് സമയമായി എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ കൂടുതലായിട്ട് ഔട്ടർ മെമ്പറിനിലോട്ട് വന്നത്. അതെങ്ങനെയാണ് ഔട്ടർ മെമ്പറിലോട്ട് വരുന്നത്? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ് വഴി ഇന്നർ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ? ഇതാണ്. സോ ഇത് ഫോസ്ഫാറ്റിഡൈൽസെറിൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ എത്താനായിട്ട്, ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഓക്കെ. സോ ഈ ഫോസ്ഫാറ്റിഡൈൽസെറിൻ ഇന്നർ ലീഫ്ലെറ്റിൽ നിന്ന് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് എത്തിയാൽ ഇത് എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? ദ സെൽ നീഡ് ടു ബി ഡിസ്ട്രോയിഡ് എന്നുള്ള മീനിങ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോർമൽ സെൽ ഫംഗ്ഷൻ, cell division, apoptosis or cell damage and increased membrane fluidity. So answer ഏതായിരിക്കും? Apoptosis or cell damage. So the appearance of phosphatidylserine on the outer leaflet of the plasma membrane is an indication of apoptosis or cell damage. Moving on to next question. Which of the following lipids is predominantly found on the outer leaflet of the plasma membrane? Then question, which of the following lipid is predominantly found on the outer leaflet of the plasma membrane? താഴെ തന്നിരിക്കുന്ന ഫോസ്ഫോലിപ്പിഡ്സിൽ ഔട്ടർ മെംബ്രെയിനിൽ കൂടുതലായിട്ട് കാണുന്ന ഫോസ്ഫോലിപ്പിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഫോസ്ഫാറ്റിഡൈൽസെറിൻ എവിടെയാണ്? ഇന്നർ ലീഫ്ലെറ്റ്. ഫോസ്ഫാറ്റിഡൈൽ എഥനോളാമൈൻ ഇന്നർ ലീഫ്ലെറ്റ്. ഫോസ്ഫാറ്റിഡൈൽ കോളിൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ. ഇതിൽ ഫോസ്ഫാറ്റിഡൈൽ കോളിൻ ആണ് ഔട്ടർ ലീഫ്ലെറ്റിൽ കാണുന്നത്. ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, അതുപോലെ ഫോസ്ഫാറ്റിഡൈൽ എഥനോളാമൈൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ എവിടെയാണ്? ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതലായിട്ട് കാണുന്നത്. സോ ആൻസർ ഈസ് ഫോസ്ഫാറ്റിഡൈൽ കോളിൻ. നെക്സ്റ്റ് വൺ, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഓപ്ഷൻസ് നോക്കാം. സെൽ സിഗ്നലിംഗ്, മെംബ്രെയിൻ പ്രോട്ടീൻ ഫംഗ്ഷൻ, മെംബ്രെയിൻ ഫ്യൂഷൻ, ഓൾ ഓഫ് ദി എബോവ്. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ്റെ ആ ഒരു ഡൈനാമിക് നേച്ചർ, അതിനെയാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ലിപ്പിഡ് റാഫ്റ്റിൻ്റെ പ്രസൻസ്, കൊളസ്ട്രോൾ, ഇതൊക്കെയാണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് കാരണമായിട്ട് പറയുന്നത്. സോ ഇത് എന്തിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? സെൽ സിഗ്നലിംഗ്, മെംബ്രെയിൻ പ്രോട്ടീൻ ഫംഗ്ഷൻ, മെംബ്രെയിൻ ഫ്യൂഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. ഇതിനെല്ലാം മെംബ്രെയിൻ്റെ ഡൈനാമിക് നേച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next question, which of the following molecule affects the mobility of fatty acyl chains in the plasma membrane? Question ഇത്രേ ഉള്ളൂ. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മോളിക്യൂളാണ് ഫാറ്റി ആസിഡ് ചെയിൻസിൻ്റെ ഫ്ലൂയിഡിറ്റിക്ക് കാരണമാവുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ആ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്ന്. സ്റ്റാർച്ച് ആണോ? അല്ല. സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റാ. ഇവിടെ മാത്രമേ കാണുള്ളൂ ഔട്ടർ ലീഫ്ലെറ്റ്. ഗ്ലൈക്കോജൻ അല്ല. എ ബി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആൻസർ ഏതാണ്? സി, കൊളസ്ട്രോൾ. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് കാരണമാവുന്ന അല്ലെങ്കിൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, which of the following occurs when the temperature is lowered? ടെമ്പറേച്ചർ കുറച്ച് കഴിയുമ്പോൾ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻസ് നോക്കാം. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസസ്, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഡിക്രീസസ്, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ബിക്കംസ് അൺപ്രഡിക്റ്റബിൾ. ടെമ്പറേച്ചർ കുറയുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം കൊളസ്ട്രോളിൻ്റെ പ്രസൻസ് എന്താ ചെയ്യുന്നത്, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടുതലായിട്ട് കാണുന്നത്. നമ്മളപ്പോൾ ലിപ്പിഡുമായിട്ട് അല്ലെങ്കിൽ ഫാറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ആ ഓയിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, അത് ലിക്വിഡ് ഫേസിൽ നിന്ന് ജെൽ ഫേസിലായിട്ട് മാറും. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബോട്ടിൽ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുമോ ആ ഓയിലിനെ വേറെ ഏതെങ്കിലും എന്താ പറയുക ബോട്ടിലോട്ട്? ഇല്ല, അത് ജെല്ലായിട്ടിരിക്കുക. സോ അതിൻ്റെ മൊബിലിറ്റി കുറഞ്ഞു അവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെയും. മെംബ്രെയിനിൽ എന്താണ്, ലിപ്പിഡ്സ് ആണുള്ളത്. സോ അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഓൾറെഡി ലിപ്പിഡിന് സ്ലൈറ്റ് ഫ്ലൂയിഡിറ്റി ഉണ്ട്, മൂവ് ചെയ്യാനായിട്ട് പറ്റും ആ ഫ്ലൂയിഡ് നേച്ചർ കാരണം. ഇവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് നേച്ചറിൽ നിന്ന് അത് ഒരു ജെൽ ലൈക്ക് ഫേസിലോട്ട്, അതായത് ലിക്വിഡ് ഫേസിൽ നിന്ന്, ലിക്വിഡ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് നേച്ചറിൽ നിന്നൊരു ജെൽ ഫേസ് സ്റ്റേജിലോട്ട് മാറുകയാണ്. ജെല്ലാവുമ്പോൾ മൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, അത് അടുത്തടുത്ത് വരും. ജെല്ലാവുമ്പോൾ മൊബിലിറ്റി അവിടെ കുറയും. സോ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. ആൻസർ ഏതാണ്? ബി, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഴ്സ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ലോവർ? ടെമ്പറേച്ചർ ലോവർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ആ ലിക്വിഡ് ആയിട്ടുള്ളത് എന്തായിട്ട് മാറും, ജെൽ ലൈക്ക് ഫേസിലോട്ട് മാറും. സോ ഫ്ലൂയിഡിറ്റി വിൽ ഡിക്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബോഹൈഡ്രേറ്റ് പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. കാർബോഹൈഡ്രേറ്റ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഏത് റീജിയനിലാണ് കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. ഓൾവേസ് ഫേസസ് ഔട്ട്വേർഡ് ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. സെക്കൻഡ്, ഡയറക്റ്റഡ് ടു ഓൾ സൈഡ്സ് ഇൻ ദ മെംബ്രെയിൻ റാൻഡംലി. ഓൾവേസ് ഫേസസ് ടു ദ ലൂമൻ ഓഫ് സെൽസ്. ഓൾവേസ് ഫേസസ് ഇൻവേർഡ് ടു ദ നോൺ പോളാർ പോർഷൻ ഓഫ് ദ മെംബ്രെയിൻ. സോ ആൻസർ ഏതാണ് വരിക? ഓൾവേസ് ഫേസസ് ഔട്ട്വേർഡ്സ് ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസസ് സച്ച് എസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ക്രോസ് ദ സെൽ മെംബ്രെയിൻ ബൈ. ഓക്സിജനും അതുപോലെ കാർബൺ ഡയോക്സൈഡും ഒക്കെ സെൽ മെംബ്രെയിനിൽ കൂടെ എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. പാസീവ് ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സ്പെസിഫിക് ഗ്യാസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഈസ് ഓപ്ഷൻ എ, പാസീവ് ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ. പാസീവ് ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sympotors and antipoters are. Sympotors and antipoters are. എന്താണ് ഇത് രണ്ടും? ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. ദേ ആർ ട്രാൻസ്പോർട്ടേഴ്സ്. സിംപോർട്ടേഴ്സ് ആൻഡ് ആൻറ്റിപോർട്ടേഴ്സ് എന്താണ്? ദേ ആർ ട്രാൻസ്പോർട്ടേഴ്സ്. നമുക്കിനി ഓപ്ഷൻ നോക്കാം. ദേ ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ്. സോ അത് ഓരോന്ന് എന്താന്ന് നോക്കാം. സിംപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപോർട്ടേഴ്സ്. സിംപോർട്ടേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞത്. അതായത് മെംബ്രെയിനിൽ കാണുന്ന ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. അതായത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഫ്രം ഔട്ടർ ടു ഇന്നർ സൈഡ്, സൈറ്റോസോളിലോട്ടും അതുപോലെ സൈറ്റോസോളിൽ നിന്ന് ഔട്ടർ നോൺ സൈറ്റോസോളിക് സൈഡിലോട്ടും സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതാണ് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്പോർട്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സിന് 3 ടൈപ്പാണ് വരുന്നത്. യൂണിപോർട്ടേഴ്സ് 3 ടൈപ്പ് വരും. യൂണിപോർട്ടേഴ്സ്, സിംപോർട്ടേഴ്സ് ആൻഡ് ആൻറ്റിപോർട്ടേഴ്സ്. യൂണിപോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ സൈഡിലോട്ട് സബ്സ്റ്റൻസിൻ്റെ ട്രാൻസ്പോർട്ട് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിപോർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിരിക്കും യൂണിപോർട്ടേഴ്സിൽ സബ്സ്റ്റൻസസിൻ്റെ മൂവ്മെൻറ്റ്. ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആയിരിക്കും മൂവ്മെൻറ്റ് നടക്കാം. സോ എനർജി ആവശ്യമുണ്ടോ? ഇല്ല. സോ യൂണിപോർട്ടറിൽ സിംഗിൾ സബ്സ്റ്റൻസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ ദർ ഈസ് നോ എനർജി റിക്വയർമെൻറ്റ്.
മൂവിങ് ഓൺ ടു സെക്കൻഡ് വൺ, സിംപോർട്ടേഴ്സ്. സിം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം എന്നുള്ള മീനിങ് ആണ്. സിംപോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മോളിക്യൂൾസിൻ്റെ സിംപോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം എന്നാ. അപ്പോൾ ഒറ്റ മോളിക്യൂൾ അല്ല മൂവ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ. അതിൽ തന്നെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലോട്ടായിരിക്കും. സോ രണ്ട് സബ്സ്റ്റൻസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, എയ്തർ ഫ്രം സൈറ്റോസോൾ ടു ദ നോൺ സൈറ്റോസോളിക് സൈഡ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രം നോൺ സൈറ്റോസോളിക് സൈഡ് ടു ദി സൈറ്റോസോളിക് സൈഡ് ആകാം. ഏതാണെങ്കിലും രണ്ട് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇതിൽ ഒരു മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഫസ്റ്റ് 1 കൊടുക്കാം ആൻഡ് 2. സോ സബ്സ്റ്റൻസ് 1 എന്ന് പറയുന്നത് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിരിക്കും. രണ്ട് സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, സബ്സ്റ്റൻസ് 1 ആൻഡ് 2. ഇതിൽ സബ്സ്റ്റൻസ് 1 എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സബ്സ്റ്റൻസ് 1 മൂവ് ഡൗൺ ദ concentration gradient, which means from higher concentration to its lower concentration move ചെയ്യും. ദെൻ അങ്ങനെ കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് അടുത്ത മോളിക്യൂൾ സബ്സ്റ്റൻസ് 2 എങ്ങനെയാണ് മൂവ് ചെയ്യുക? വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഒരു മോളിക്യൂൾ ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഒരെണ്ണം എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആയിരിക്കും, വിച്ച് ഈസ് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. സോ ആ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമാണ്. അതിനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുക? ഫസ്റ്റ് മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ട് വഴി. ഇതിനെയാണ് സിംപോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ നടക്കുന്നത്? കോ ട്രാൻസ്പോർട്ടർ. ഇവിടെ എന്താ നടക്കുന്നത്? കോ ട്രാൻസ്പോർട്ടാണ് ആക്ച്വലി നടക്കുന്നത്. എന്താ നടക്കുന്നത്? കോ ട്രാൻസ്പോർട്ട്. രണ്ട് മോളിക്യൂൾ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിന് നമ്മൾ കോ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ എനർജി ആവശ്യമുണ്ട്. ഡയറക്റ്റ് ATPയിൽ നിന്നാണോ എനർജി എടുക്കുന്നത്? അല്ല, ഡയറക്റ്റ് ATPസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ട്രാൻസ്പോർട്ടിന് നമ്മൾ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ, ATP അല്ലെങ്കിൽ എനർജി ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ട് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ATPസിനെ ഡയറക്റ്റ് ATPസിനെ ഡിപ്പെൻഡ് ചെയ്യും എനർജിക്ക് വേണ്ടി എന്നുണ്ടെങ്കിൽ അതിനെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് വൺ സബ്സ്റ്റൻസ് ഓർ സബ്സ്റ്റൻസ് 1 ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കൂടെ പാസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ട് അടുത്ത സബ്സ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യും. ഈ ടൈപ്പ് ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് വിളിക്കുന്നത്? സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ സിംപോർട്ട് എന്ന് പറയുന്നത് എനർജി ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് രണ്ട് മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ ഒപ്പം വേറൊരാൾ കൂടി മൂവ് ചെയ്യുന്നുണ്ട്, കോ ട്രാൻസ്പോർട്ടറും ആണ്. ദേ ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ. ദെൻ ആൻറ്റിപോർട്ടേഴ്സ്. ആൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ്, ഓപ്പോസിറ്റ്. സോ ഇവിടെയും ഇവിടെ ഒരു ചാനലുണ്ട്, ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഒരു മോളിക്യൂള് സബ്സ്റ്റൻസ് 1 എന്ന് പറയുന്നത് ഫ്രം നോൺ സൈറ്റോസോളിക് സൈഡിൽ നിന്ന് സൈറ്റോസോളിക് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസ് 2 എങ്ങോട്ട് മൂവ് ചെയ്യും? സബ്സ്റ്റൻസ് 2 എന്ന് പറയുന്നത് ഫ്രം സൈറ്റോസോളിക് സൈഡ് ടു നോൺ സൈറ്റോസോളിക് സൈഡ്. രണ്ട് സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇതും കോ ട്രാൻസ്പോർട്ടർ തന്നെയാണ്. ദെൻ എനർജിയുടെ കാര്യം നോക്കാം. ഇവിടെയും ഒരു മോളിക്യൂൾ എങ്ങനെയാണ്? ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഒരെണ്ണം എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആയിരിക്കും. സോ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുമ്പോൾ എനർജി ആവശ്യമാണ്. പക്ഷേ അത് എവിടെ നിന്നാണ് കിട്ടുക? സിംപോർട്ടറിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡൗൺ ദ ഫസ്റ്റ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് മൂവ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി വെച്ചിട്ടാണ് സെക്കൻഡ് സബ്സ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെയും എന്ത് തന്നെയാണ്? സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? സിംപോർട്ടേഴ്സ് ആൻഡ് ആൻറ്റിപോർട്ടേഴ്സ് ആർ കോ ട്രാൻസ്പോർട്ടേഴ്സ്. ശരിയല്ലേ? They are co-transporters. Then active transport എന്ന് പറയാൻ പറ്റില്ല.
പാസീവ് ട്രാൻസ്പോർട്ടാണോ? അതുമല്ല. എങ്ങനെയുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്? ദേ ആർ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ്. സോ ആൻസർ ചെയ്ത് വരും 1 and 4. ഓപ്ഷൻ സി 1 and 4 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഗ്ലൂട്ട് എന്ന് പറയും, GLUT. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, കോ ട്രാൻസ്പോർട്ടേഴ്സ്, നൺ ഓഫ് ദ അബോവ്. സോ കോ ട്രാൻസ്പോർട്ടേഴ്സും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിലാണ് കോ ട്രാൻസ്പോർട്ടർ. അതല്ല, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനർജി ആവശ്യമുണ്ട്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമില്ല. സോ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും അല്ല. ദെൻ ഒരു ഓപ്ഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും നൺ ഓഫ് ദ എബോവ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു ട്രാൻസ്പോർട്ടർ മോളിക്യൂളാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക? ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്പോർട്ടിന്, സെല്ലിനകത്തോട്ട് പുറത്തോട്ടൊക്കെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യാണ് ഈ ഗ്ലൂട്ട്, GLUT. ദ ഫങ്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്ലൂട്ട് പ്രസൻ്റ് ആണ്. അറൗണ്ട് 14 ഗ്ലൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു, GLUT 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലൂക്കോസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രാൻസ്പോർട്ടറിന് കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. എന്തുണ്ടാകും? ട്രാൻസ്പോർട്ടറിന് കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. സോ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നത് ബൈൻഡിങ് കാരണം എന്ത് സംഭവിക്കും? ലിഗാൻഡ് ബൈൻഡിങ് കാരണം ഇത് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അങ്ങനെ സൈറ്റോസോളിക് സൈഡിലോട്ട് എന്തിനെ റിലീസ് ചെയ്യാം? ആ ലിഗാൻഡിനെ റിലീസ് ചെയ്യാം. സോ ഇങ്ങനെ ട്രാൻസ്പോർട്ടിന് ഒരു ചാനൽ ആവശ്യമാണ്, പക്ഷേ എനർജി ഒന്നും ആവശ്യമില്ല, ഒരു ചാനൽ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നെക്സ്റ്റ് വൺ, type 2 diabetes is associated with malfunctioning of which glucose transporters? Different type glucose transporters ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതിനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് GLUT 4 ആണ്. ആൻസർ ഏതാണ്? GLUT 4. ഈ GLUT 4 ആക്ച്വലി ഇന്നർ മെംബ്രെയിനിലാണ് കാണുക. ഇന്നർ മെംബ്രെയിനിലാണ് കാണുക. ഇൻസുലിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഇത് ഇന്നർ മെംബ്രെയിൻ അല്ലെങ്കിൽ ഇന്നർ സർഫസിന് ഔട്ടർ സർഫസിലോട്ട് വരും. എങ്കിൽ മാത്രമാണ് സെല്ലിന് എന്ത് പറ്റും? ഗ്ലൂക്കോസിനെ എടുത്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, അക്വാപോറിൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അക്വാപോറിൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ്? അക്വാപോറിൻസ് ആർ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ്, ഗ്ലൂക്കോസ്, വാട്ടർ ആൻഡ് പ്രോട്ടീൻസ്. ആൻസർ ഏതാണ്? വിച്ച് ഈസ് വാട്ടർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തോളൂ എന്താണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എന്താണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന്. സോഡിയം പൊട്ടാഷ്യം ATPase. ATPase എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, സെക്കൻഡറി അല്ല. ദെൻ ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ. അത് വരില്ല, ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ. നമുക്ക് നോക്കാം. ഹൈഡ്രജൻ അതുപോലെ തന്നെ പൊട്ടാഷ്യം. ഓക്കെ, പ്രോട്ടോൺ പമ്പാണ്, അതും ATPase ആണ്. സോ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ് വരിക. കാൽഷ്യം 2+ പമ്പ്, അതും ഇതിൽ തന്നെയാണ് വരിക, ATPase. ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപോർട്ടർ നമുക്ക് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു. 2 മോളിക്യൂളുണ്ട്, രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഒരെണ്ണം എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ഒരെണ്ണം ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആണ്. സോ എനർജി ഇവിടെ എവിടെ നിന്നാണ് കിട്ടുക? ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റുള്ള മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് മറ്റേ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുക. സോ ആൻസർ ഏതാണ് വരിക? വിച്ച് ഈസ് ഗ്ലൂക്കോസ് സോഡിയം സിംപോർട്ടർ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിച്ച് ഡു നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ ATPase. Next one, which of the following is not a characteristic of passive transport? Passive transportന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ശരിയല്ലേ? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി.
പാസീവ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമില്ല. സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് ഡൗൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതും ശരിയല്ലേ. ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും എപ്പോഴും പാസീവ് ട്രാൻസ്പോർട്ടിൽ മൂവ്മെൻറ്റ്. ഇറ്റ് റിക്വയേഴ്സ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഇറ്റ് റിക്വയേഴ്സ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് അതിന് ആവശ്യം ഉണ്ടാവും. നമ്മൾ ഗ്ലൂട്ടൊക്കെ പറഞ്ഞു അല്ലേ. ദെൻ ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് എഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ആണോ. പാസീവ് ട്രാൻസ്പോർട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് ഡൗൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ റോങ് ഓപ്ഷൻ ഏതാണ്? നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ഡി. ഇറ്റ് മൂവ്സ് substances against their concentration gradient. Next one, which of the following is true about facilitated diffusion? Facilitated diffusion ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് റിക്വയേഴ്സ് എനർജി. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ GLUT4 ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എക്സാമ്പിളാന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറയുന്നു എനർജി ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടറാണ് ആവശ്യം, ഒരു ചാനൽ ആവശ്യമുണ്ട് ആ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടിന്. സോ ഓപ്ഷൻ എ വരില്ല. ബി നോക്കുക, ഇറ്റ് മൂവ്സ് സബ്സ്റ്റൻസസ് എഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അത് വരുമോ? ഇല്ല. എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എനർജി ആവശ്യമുണ്ട്. സോ അത് വരില്ല. ഇറ്റ് റിക്വയേഴ്സ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. കറക്റ്റ് അല്ലേ? അതിൻ്റെ ട്രാൻസ്പോർട്ടിന് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ചാനൽ ആവശ്യമാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ? അല്ല. സോ ആൻസർ ഏതാണ്? ഇറ്റ് റിക്വയേഴ്സ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. നെക്സ്റ്റ് വൺ, ദ സോഡിയം പൊട്ടാഷ്യം പമ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സോഡിയം പൊട്ടാഷ്യം പമ്പ് ഏതിന് എക്സാമ്പിളാണ്? പാസീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഏതിന് എക്സാമ്പിളാണ്? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ് സോഡിയം പൊട്ടാഷ്യം. സോഡിയം പൊട്ടാഷ്യം, 3 സോഡിയം പുറത്തോട്ടും 2 പൊട്ടാഷ്യം അകത്തേക്കും. ഇവിടെ ATPase ആണ്. ഡയറക്റ്റ് ATPaseനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ടാണിത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് റിക്വയേഴ്സ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ATPയുടെ ഫോമിൽ എനർജി ആവശ്യമുള്ള ട്രാൻസ്പോർട്ട് ഏതാണ്? പാസീവ് ട്രാൻസ്പോർട്ട്. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ATP ആവശ്യമുണ്ടോ? ഇല്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എനർജി ആവശ്യമുണ്ടോ? യെസ്. സിമ്പിൾ ഡിഫ്യൂഷൻ എനർജി ആവശ്യമില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Next one, the calcium 2+ ATPase pump is crucial for. Calcium 2+ ATPase പറഞ്ഞാൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് വരുന്നത്. ഇത് എന്തിനാണ് ഇമ്പോർട്ടൻറ്റ് എന്ന്? മെയിൻറ്റെയിനിങ് ലോ ഇൻട്രാസെല്ലുലാർ കാൽഷ്യം 2+ ലെവൽ, പമ്പിംഗ് കാൽഷ്യം 2+ into the cytoplasm, പമ്പിംഗ് കാൽഷ്യം 2+ out of the cell, both A and C. കാൽഷ്യം 2+ ATPase എന്താണ് ചെയ്യുന്നത്? ലോ സൈറ്റോപ്ലാസ്മിക് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുക? സെല്ലിനകത്ത് സൈറ്റോസോളിക് കാൽഷ്യം എപ്പോഴും ലോവർ ചെയ്ത് വെക്കുക, കുറച്ച് വെക്കുക എന്നുള്ളതാണ് കാൽഷ്യം 2+ ATPase പമ്പിൻ്റെ ഫങ്ഷൻ. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ലോ ഇൻട്രാസെല്ലുലാർ കാൽഷ്യം 2+ ലെവൽ. ആൻഡ് എങ്ങനെയാണ് പമ്പിങ് കാൽഷ്യം 2+ ഔട്ട് ഓഫ് ദ സെൽ അല്ലേ? കാൽഷ്യം 2+നെ അകത്തു നിന്നും പുറത്തോട്ട് പമ്പ് ചെയ്ത് ഇൻട്രാസെല്ലുലാർ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, കുറച്ച് വെക്കുക എന്നുള്ളതാണ് കാൽഷ്യം 2+ ATPaseൻ്റെ ഫങ്ഷൻ. സോ ആൻസർ ഈസ് ബോത്ത് A and C. ബോത്ത് A and C. നെക്സ്റ്റ് വൺ, ദ സോഡിയം പൊട്ടാഷ്യം ATPase പമ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഡിഫറെൻറ്റ് ടൈപ്സ് ATPase ഉണ്ട്. P ടൈപ്പ്, F ടൈപ്പ്, V ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഏതിന് എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോഡിയം പൊട്ടാഷ്യം എന്ന് പറയുന്നത് P ടൈപ്പ് ATPase. ഏതാണ്? P ടൈപ്പ് ATPaseന് എക്സാമ്പിളാണ്. അതായത് ഫോസ്ഫോറിലേഷനൊക്കെ വഴിയാണ് മെയിൻലി അയോൺസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് P ടൈപ്പ്. F ടൈപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൊക്കെയാണ് മെയിനായിട്ട് വരിക. ഓക്കെ. സോ സോഡിയം പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഏതിനാണ്? P ടൈപ്പ് ATPaseന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, the primary function of the sodium potassium
ATPase is 2. എന്താണ് സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ അല്ലെങ്കിൽ സോഡിയം പൊട്ടാഷ്യം ATPaseൻ്റെ പ്രൈമറി ഫങ്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പമ്പ് സോഡിയം ഇൻ ടു ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഔട്ട് ഓഫ് ദ സെൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് 3 sodium ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് 2 പൊട്ടാഷ്യം ഇൻ ടു ദി സെൽ അല്ലേ. സോ നോക്കാം, പമ്പ് സോഡിയം ഇൻ ടു ദ സെൽ ആണോ? അല്ല. പമ്പ് സോഡിയം ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദ സെൽ, അത് കറക്റ്റാണ്. പമ്പ് ബോത്ത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദ സെൽ, തെറ്റാണ്. പമ്പ് ബോത്ത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഔട്ട് ഓഫ് ദ സെൽ, അതും തെറ്റാണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി. സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്താ ചെയ്യുന്നത്? പമ്പ് സോഡിയം ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് പൊട്ടാഷ്യം ഇൻ ടു ദി സെൽ. നെക്സ്റ്റ് വൺ, F-type ATPases are primarily found in. F-type ATPase എവിടെയാണ് കാണുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ് പറഞ്ഞിരുന്നു. എവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? വിച്ച് ഈസ് ഇൻ ദ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രെയിൻ ആണോ? അല്ല. ബി മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ആൻസർ ഏതാണ്? F-type ATPases are primarily found in മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഫംഗ്ഷൻ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്, പ്രോട്ടോൺ പമ്പിങ്ങിന് വേണ്ടിയിട്ട്. Electron transport chain. Next one, ligand gated ion channels open in response to. Ligand gated ion channels എന്തിനോട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഓപ്പൺ? ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ് അല്ലേ, ഒരു ലിഗാൻഡ് ബൈൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ചാനൽസ് ഓപ്പൺ ആവുള്ളൂ. സോ ചേഞ്ചസ് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണോ? അല്ല. ബൈൻഡിങ് ഓഫ് എ സ്പെസിഫിക് മോളിക്യൂൾ, ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫിക് മോളിക്യൂൾ. മെക്കാനിക്കൽ ഡിഫോർമേഷൻ അല്ല. ചേഞ്ചസ് ഇൻ pH അല്ല. ആൻസർ ഏതാണ്? ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് ഓപ്പൺ ഇൻ റെസ്പോൺസ് ടു ബൈൻഡിങ് ഓഫ് എ സ്പെസിഫിക് മോളിക്യൂൾ വിച്ച് ഈസ് കോൾഡ് ലിഗാൻഡ്. നെക്സ്റ്റ് വൺ, ദ ഫങ്ഷൻ ഓഫ് ചാനൽ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ടു. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചാനൽ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. ട്രാൻസ്പോർട്ട് ലാർജ് മോളിക്യൂൾസ്, facilitate the movement of small polar molecules and ions. C, synthesize ATP, anchor the cytoskeleton. Transport of large molecules ആണോ ചാനൽ പ്രോട്ടീൻസ് വഴി? അല്ല. ഏതെങ്കിലും ചാനൽ ഓർത്തിരിക്കുക. ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് സ്മോൾ പോളാർ മോളിക്യൂൾസ് ആൻഡ് അയോൺസ്. ATP സിന്തസിസ് ആണോ? അല്ല. ടു ആങ്കർ ഇൻ ടു ദ സൈറ്റോസ്കെലിറ്റൻ ആണോ? അല്ല. ആൻസർ ഏതാണ് വരിക? ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് സ്മോൾ പോളാർ മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ സെല്ലാണ് ഇതിൻ്റെ ഫങ്ഷൻ, ചാനൽ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഗേറ്റഡ് അയോൺ ചാനൽസ്? ചാനൽ പ്രോട്ടീൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ലിഗാൻഡ് ഗേറ്റഡ്, വോൾട്ടേജ് ഗേറ്റഡ് ആൻഡ് മെക്കാനോ ഗേറ്റഡ്. എങ്ങനെയാണ്? ലിഗാൻഡ് ഗേറ്റഡ്, വോൾട്ടേജ് ഗേറ്റഡ് ആൻഡ് മെക്കാനോ ഗേറ്റഡ്. ഇതിന് ഓപ്ഷൻസ് നോക്കാം. വോൾട്ടേജ് ഗേറ്റഡ്. വോൾട്ടേജ് ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ചാർജിലുള്ള ഡിഫറൻസ് കാരണമായിരിക്കും പർട്ടിക്കുലർ ചാനൽ ഓപ്പൺ ആവുക. ലിഗാൻഡ് ഗേറ്റഡ് നമ്മൾ പറഞ്ഞു ബൈൻഡിങ് ഓഫ് ദ സ്പെസിഫിക് മോളിക്യൂൾ. ആൻഡ് മെക്കാനിക്കലി ഗേറ്റഡ് ഓർ മെക്കാനോ ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെക്കാനിക്കൽ സ്റ്റിമുലസ്, ഫോർ എക്സാമ്പിൾ ഹെഡിൻ്റെ ഷേക്കിംഗ് ഒക്കെ കാരണം ചില ചാനൽസ് ഓപ്പൺ ആവും ഇയറിലുള്ളത്. ദെൻ ടെമ്പറേച്ചർ ഗേറ്റഡ് വരുമോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഗേറ്റഡ് അയോൺ ചാനൽ? സോ ആൻസർ ഏതാണ്? ടെമ്പറേച്ചർ ഗേറ്റഡ്. രണ്ട് ടൈപ്പ് ചാനൽസ് ഉണ്ട്, ഗേറ്റഡ് ആൻഡ് നോൺ ഗേറ്റഡ്. ഗേറ്റഡ് ചാനൽസിനെയാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. വോൾട്ടേജ് ഗേറ്റഡ്, ലിഗാൻഡ് ഗേറ്റഡ് ആൻഡ് മെക്കാനോ ഗേറ്റഡ്. സോ ഇവിടെ ഗേറ്റഡ് ചാനൽസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ടെമ്പറേച്ചർ ഗേറ്റഡ്. ഓപ്ഷൻ ഡി, ടെമ്പറേച്ചർ ഗേറ്റഡ്. ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ഓസ്മോസിസ്? ഓസ്മോസിസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് റിക്വയേഴ്സ് എനർജി. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എ പാസീവ് പ്രോസസ്. ഓക്കെ. ഇറ്റ് ഇൻവോൾവ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് സൊല്യൂട്ട്. അല്ല. ഇറ്റ് ഒക്കേഴ്സ് ഇൻ പ്ലാന്റ് സെൽസ് ഓൺലി. അല്ല. എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്?
ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ആണോ? അല്ല. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹൈ സൊല്യൂട്ട് concentration. Okay. So answer passive process. Next one, in a hypertonic solution water moves. ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വാട്ടർ മൂവ്മെന്റ് എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ബീക്കർ ഉണ്ട്, അതിലൊരു സെല്ല് വെച്ചിട്ടുണ്ട്. ഇവിടെ സൊല്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഇവിടെ solution is hypertonic. Solution is here hypertonic. Hypertonic solution. Hypertonic solution എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് solute concentration? Solute concentration is ഹൈപ്പർട്ടോണിക്. നമ്മൾ പറയും ടോണിസിറ്റി. ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് കോൺസെൻട്രേഷനെയാണ് പറയുന്നത്. ടോണിസിറ്റീനെ ബേസ് ചെയ്തിട്ട് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിനകത്തെ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെയും സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സെയിം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ് വിളിക്കുക? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഐസോട്ടോണിക് സൊല്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സെൽ. സെല്ലിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ദെൻ സെല്ലിലുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷനേക്കാളും കൂടുതലാണ് എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ ഹൈ അല്ലേ? ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ. സോ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വാട്ടർ മൂവ്സ്. എങ്ങനെയാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ? സോ ഇവിടെ ഓസ്മോസിസ് ആണ് നടക്കുന്നത് അല്ലേ? അത് ഏത് ടൈപ്പ് ഓസ്മോസിസ് ആണെന്നാണ് നമുക്ക് നോക്കണ്ടേ. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഓസ്മോസിസ് മീൻസ് ഹിയർ ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് water molecules from a region of low solute concentration to a region of high solute concentration അല്ലേ? വാട്ടർ മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നത് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഇവിടെ എവിടെയാണ് സൊല്യൂട്ട് കൂടുതലായിട്ടുള്ളത്? ഇവിടെയാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ളത്. ഇവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? ഇവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. സോ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഹിയർ വാട്ടർ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഫ്രം സെൽ ടു ദി ഔട്ട്, വിച്ച് മീൻസ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിന് പുറത്തോട്ട് വാട്ടർ മോളിക്യൂൾ മൂവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോസ്മോസിസ്. പുറത്തേക്ക് എന്താ വിളിക്കുക? എക്സോസ്മോസിസ്. എന്താണ് ഇതിനെ വിളിക്കുന്നത്? എക്സോസ്മോസിസ്. എക്സോസ്മോസിസ്. ഇവിടെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആയിരുന്നെങ്കിലോ? ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വാട്ട് വിൽ ഹാപ്പൻ? തിരിച്ചായിരിക്കും മൂവ് ചെയ്യുക. ഇത് ഹൈപ്പോട്ടോണിക് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? പുറത്തുനിന്ന് വെള്ളം സെല്ലിനകത്തോട്ട് മൂവ് ചെയ്ത് സെല്ല് ബൾജ് ചെയ്യും അല്ലേ? സെൽ ബേഴ്സ്റ്റിന് കാരണമാവും. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോസ്മോസിസ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ ഐഡിയ? എങ്ങനെയാണ് 3 ടൈപ്പ് സൊല്യൂഷൻ? ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ടോണിസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സെല്ലും അതുപോലെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെയും ടോണിസിറ്റി അല്ലെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ഐസോട്ടോണിക്. സെല്ലിൽ കുറവാണ്, എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ് കമ്പയർഡ് ടു സെൽ എന്നുണ്ടെങ്കിൽ അതിനെ ഹൈപ്പോട്ടോണിക്. ആൻഡ് അത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർട്ടോണിക് എന്ന് വിളിക്കും. ദെൻ സെല്ലൊരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത് എന്താ സംഭവിക്കുക? വാട്ടർ മോളിക്യൂൾ വിൽ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അതായത് എക്സോസ്മോസിസ് നടക്കും. ഇങ്ങനെയാണ് സെല്ലിൻ്റെ ഷ്രിങ്കേജിന് കാരണമാവും. സെൽസ് ഷ്രിങ്ക് ചെയ്യും അല്ലേ?
ആ പ്രോസസ്സാണ് എക്സോസ്മോസിസ്. ആൻഡ് വെൻ പ്ലേസ്ഡ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വാട്ട് വിൽ ഹാപ്പൻ? water will move into the cell will bulge by the process called endosmosis. അവസാനം സെൽ ബേർസ്റ്റിങ്ങിന് കാരണമാകും. ഓക്കെ, ഐസോട്ടോണിക് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ മൂവ്മെൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വാട്ടർ മൂവ്സ് ഇൻ ടു ദ സെൽ ആണോ? അല്ല, ഇറ്റ് മീൻസ് ഔട്ട് ഓഫ് ദ സെൽ. ഈക്വലി ഇൻ ആൻഡ് ഔട്ട് പറയാൻ പറ്റില്ല. ഡസ് നോട്ട് മൂവ് അല്ല. സോ ആൻസർ ഏതാണ്? വാട്ടർ വിൽ മൂവ് ഔട്ട് ഓഫ് ദ സെൽ. എന്താണ് നടക്കുന്നത്? എക്സോസ്മോസിസ് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്? എൻഡോസൈറ്റോസിസ് തന്നെ ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നത്? ബൾക്ക് ട്രാൻസ്പോർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ബൾക്ക് ട്രാൻസ്പോർട്ട്. എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് എന്നൊക്കെ പറയുന്നത് ബൾക്ക് ട്രാൻസ്പോർട്ട്, അതായത് ലാർജർ അല്ലെങ്കിൽ ഒരുപാട് മോളിക്യൂൾസിനെ ഒരേ സമയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ചാനൽസ് ഒക്കെ വഴി എങ്ങനെയാണ്? കുറച്ച് മാത്രം മോളിക്യുലാർ മൂവ്മെൻറ്റ് നടക്കുള്ളൂ. സോ ഈ ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഒക്കെ വഴിയാണ് കൂടുതൽ ട്രാൻസ്പോർട്ട്. മെയിൻലി എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും ആണ് ബൾക്ക് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. സോ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്? ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ക്ലാത്രിൻ കോട്ടഡ് പിറ്റ്സ്. It does not require energy. It is a form of passive transport. നോൺ സ്പെസിഫിക് അല്ല, സ്പെസിഫിക് മോളിക്യൂൾസ് ആണ്. എനർജി ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട്, അതായത് എനർജി ആവശ്യമില്ല എന്നുള്ള മീനിങ്. അതുമല്ല. ആൻസർ ഏതാണ് വരിക? റിസപ്റ്റർ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ചില സബ്സ്റ്റൻസ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും മെംബ്രെയിനിൽ. സോ ദ ആൻസർ ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ക്ലാത്രിൻ കോട്ടഡ് പിറ്റ്സ്. നെക്സ്റ്റ് വൺ, during phagocytosis the engulfed particle is enclosed within air. ഫാഗോസൈറ്റോസിസിൻ്റെ സമയത്ത് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജർ ആയിട്ടുള്ള മോളിക്യൂൾസിനെ സെല്ല് ഫാഗോസൈറ്റോസിസ് എൻഗൾഫ് ചെയ്ത് എടുക്കുന്നതിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ ഇങ്ങനെ ഇൻവാജിനേഷൻ വന്ന് ഇവിടെയുള്ള സബ്സ്റ്റൻസസിനെ എൻഗൾഫ് ചെയ്തെടുക്കും. ഓക്കെ, ദെൻ ഇത് ഇവിടെ നിന്ന് ബഡ് ഓഫ് ചെയ്ത് പോരാണ്. സോ ഫാഗോസൈറ്റിക് കപ്പൊക്കെ ഫോം ചെയ്യും. സോ ദ പാർട്ടിക്കിൾ, എൻഗൾഫ്ഡ് പാർട്ടിക്കിൾ എന്തിലാണ് എൻക്ലോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിലാണ്? വിച്ച് ഈസ് ഫാഗോസോം. ആൻസർ ഈസ് ഫാഗോസോം. അതായത് ആദ്യം ഇങ്ങനെ ഇതിന് ചുറ്റും ഇതുപോലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ പോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും. ദെൻ അതൊരു ഫാഗോസൈറ്റിക് കപ്പ് പോലെ ആവും. ദെൻ എൻക്ലോസ് ചെയ്ത് ഫാഗോസോം ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻസർ ഈസ് ഫാഗോസോം. നെക്സ്റ്റ് വൺ, ബൾക്ക് ട്രാൻസ്പോർട്ട് പ്രോസസ്സസ് സച്ച് എസ് എൻഡോസൈറ്റോസിസ് ആൻഡ് എക്സോസൈറ്റോസിസ് റിക്വയർ നോ എനർജി. എനർജി ആവശ്യമില്ല എന്ന്. റോങ് ഓപ്ഷനാണ്. എനർജി ഇൻ ദ ഫോം ഓഫ് ATP, ഓൺലി പാസീവ് ഡിഫ്യൂഷൻ, ഓൺലി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ C ആൻഡ് D വരില്ല. ആൻസർ ഈസ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ഈ പ്രോസസ്സിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ് ഇൻ ദ ഫോം ഓഫ് ATP. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഈസ് യൂസ്ഡ് ബൈ സെൽസ് ടു സെക്രീറ്റ് ഹോർമോൺസ് ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? സെൽസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ ഹോർമോൺസും ഏത് പ്രോസസ്സ് വഴിയാണ് സെക്രീറ്റ് ചെയ്യാന്ന്? ലാർജ് എമൗണ്ടിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഔട്ട് ഓഫ് ദ സെല്ലാണ്. സോ ആ മൂവ്മെൻറ്റ് എന്തായിരിക്കും? എൻഡോസൈറ്റോസിസ് ആണോ? അല്ല, അത് അകത്തോട്ടുള്ള മൂവ്മെൻറ്റ്, എൻഗൾഫ് ചെയ്തെടുക്കുക. എക്സോസൈറ്റോസിസ് ഔട്ട്സൈഡ് മൂവ്മെൻ്റ് ആണ്. പീനോസൈറ്റോസിസ് സെൽ ഡ്രിങ്കിങ് ആണ്. ഫാഗോസൈറ്റോസിസ് ലാർജ് മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസസിനെ എൻഗൾഫ് ചെയ്തെടുക്കുക. സോ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഏത് മാത്രമേ ഉള്ളൂ ഇതിൽ? എക്സോസൈറ്റോസിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എക്സോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ, which of the following is a key difference between phagocytosis and pinocytosis? ഫാഗോസൈറ്റോസിസും പീനോസൈറ്റോസിസും തമ്മിലുള്ള കീ ഡിഫറൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെൽ ഈറ്റിംഗ് പ്രോസസ് ആൻഡ് പീനോസൈറ്റോസിസ് ഈസ് സെൽ ഡ്രിങ്കിങ് പ്രോസസ്. നമുക്ക് നോക്കാം. ഫാഗോസൈറ്റോസിസ് ഇൻവോൾവ്സ് ഇൻജെക്ഷൻ ഓഫ് ലാർജ് പാർട്ടിക്കിൾസ് വൈൽ പീനോസൈറ്റോസിസ് ഇൻവോൾവ്സ് ദ ഇൻജെക്ഷൻ ഓഫ് ലിക്വിഡ്സ്. അപ്പോൾ ഏതാണ്ട് ശരിയല്ലേ? ഇൻജെക്ഷൻ ഓഫ് ലാർജ് പാർട്ടിക്കിൾസ് ആണ് ഫാഗോസൈറ്റോസിസ് ആൻഡ് ഇൻജെക്ഷൻ ഓഫ് ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണ് പീനോസൈറ്റോസിസ്. ഓപ്ഷൻ ബി നോക്കുക.
പീനോസൈറ്റോസിസ് റിക്വയർസ് എനർജി വൈൽ ഫാഗോസൈറ്റോസിസ് ഡസ് നോട്ട്. അല്ല, രണ്ട് പ്രോസസ്സിനും എനർജി ആവശ്യമുണ്ട്. ഫാഗോസൈറ്റോസിസ് ഈസ് എ ഫോം ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് വൈൽ പീനോസൈറ്റോസിസ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എഗെയിൻ അതും റോങ് ഓപ്ഷനാണ്. കാരണം എന്താ, രണ്ടിലും എനർജി ആവശ്യമാണ്. പീനോസൈറ്റോസിസ് ഇൻവോൾവ്സ് ദ ഇൻജക്ഷൻ ഓഫ് ലാർജ് പാർട്ടിക്കിൾസ് വൈൽ ഫാഗോസൈറ്റോസിസ് ഇൻവോൾവ്സ് ഇൻജക്ഷൻ ഓഫ് ലിക്വിഡ്സ്. അങ്ങനെയാണോ? അല്ല. Penocytosis involves ingestion of liquids and phagocytosis involves ingestion of large particles. So option D wrong ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. Phagocytosis involves ingestion of large particles while penocytosis involves ingestion of liquids. Next question നോക്കാം. Next one. The vesicles formed during endocytosis are composed of. എൻഡോസൈറ്റോസിസിൻ്റെ സമയത്ത് ഫോം ചെയ്യുന്ന ആ വെസിക്കിളിൽ എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വെസിക്കിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പ്രോട്ടീൻസ് മാത്രമാണോ? അല്ല. എങ്ങനെയാണ്? ലിപ്പിഡ് ബൈലെയർ ആണ് ഇൻവാജിനേറ്റ് ചെയ്യുന്നത്. സോ അവിടെ എന്തായിരിക്കും? ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൻ്റെ സെയിം കമ്പോണൻസ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് വരില്ല, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. മെംബ്രെയിൻ ഇങ്ങനെ കാണും, ഇവിടെ സബ്സ്റ്റൻസ് കാണുമ്പോൾ എൻഡോസൈറ്റോസിസിൻ്റെ സമയത്ത് ഈ മെംബ്രെയിൻ ഇറ്റ്സെൽഫ് ആണ് ഇൻവാജിനേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബൾക്ക് ട്രാൻസ്പോർട്ട്? എന്താ ചോദിച്ചിരിക്കുന്നത്? ബൾക്ക് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ഏതാണെന്ന്. ഒരു ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ഡിഫ്യൂഷൻ ബൾക്ക് ട്രാൻസ്പോർട്ടാണോ? അല്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? അല്ല. ഓസ്മോസിസ് വരുമോ? ഇല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് ആൻഡ് എക്സോസൈറ്റോസിസ് ആണ് ബൾക്ക് ട്രാൻസ്പോർട്ട്. ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട് ആണ് എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ ഓഫ് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് എൻഡോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ. Which of the following proteins is involved in the fusion of vesicles with the plasma membrane during exocytosis? എക്സോസൈറ്റോസിസിൻ്റെ സമയത്ത് എന്താണ്? ഒരു വെസിക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാകും അല്ലേ? ഏതാണ് എലിമിനേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസ്, അതൊരു വെസിക്കിൾ ആയിട്ടുണ്ടാകും. ആ വെസിക്കിൾ എന്താ ചെയ്യുക? ആ വെസിക്കിൾ മെംബ്രെയിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. ആദ്യം ആ പ്ലാസ്മ മെംബ്രെയിനുമായിട്ടൊന്ന് അടുത്ത് ചെന്ന് നിൽക്കും. ദെൻ അതുമായിട്ടൊരു ട്രാൻസിയൻറ്റ് ലിങ്കേജ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. പ്ലാസ്മ മെംബ്രെയിനിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിലോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്നെയർ പ്രോട്ടീൻസ്. ഏതാണ്? സ്നെയർ പ്രോട്ടീൻസ്. ക്ലാത്രിൻ, ഡൈനാമിൻ, ആക്ടിൻസ് ഒന്നുമില്ല. ഏതാണ് ആൻസർ വരിക? സ്നെയർ പ്രോട്ടീൻസ്. നെക്സ്റ്റ് വൺ. The process by which cells internalize extracellular fluid and its dissolved solute is called. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ. ദ പ്രോസസ് ബൈ വിച്ച് സെൽസ് ഇൻറ്റേർണലൈസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. സെൽസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ എൻഗൾഫ് ചെയ്യും. അതുപോലെ തന്നെ അതിലുള്ള ഡിസോൾവ് സൊല്യൂട്ട്സിനെയും, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും അതുപോലെ അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ട്സിനെയും സെൽസ് എൻഗൾഫ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ഫ്ലൂയിഡാണ്. അപ്പോൾ ഏതാ പേര് വരിക? ഇറ്റ് ഈസ് an endocytosis process called പീനോസൈറ്റോസിസ്. ഓപ്ഷൻസ് നോക്കാം. എ ഫാഗോസൈറ്റോസിസ് ആണോ? അല്ല. പീനോസൈറ്റോസിസ്. റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് അല്ല, എക്സോസൈറ്റോസിസ് അല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് പീനോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് എൻഡോസൈറ്റോസിസ്? എൻഡോസൈറ്റോസിസിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്ന്. അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസ് ഫങ്ഷനാണോ? അതെ. അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസ് അതിൻ്റെ ഒരു ഫങ്ഷനാണ്. റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ്. എൻഡോസൈറ്റോസിസ് വഴി വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. റെഗുലേഷൻ ഓഫ് മെംബ്രെയിൻ കോമ്പോസിഷൻ, അത് കറക്റ്റാണ്. ഇൻറ്റേർണലൈസേഷൻ ഓഫ് സിഗ്നലിംഗ് റിസപ്റ്റേഴ്സ്, അതും കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോട്ട് എ ഫങ്ഷനാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ്. അതെന്ത് വഴിയാണ് പോസിബിൾ ആവുന്നത്? എക്സോസൈറ്റോസിസ് വഴിയാണ് വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ റിമൂവൽ പോസിബിൾ ആവുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ദ റിസപ്റ്റേഴ്സ് ആർ ടിപ്പിക്കലി റീസൈക്കിൾഡ് ബാക്ക് ടു ദി. റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിന് എക്സാമ്പിൾ ആണ് ക്ലാത്രിൻ കോട്ടഡ്, അതുപോലെ
കവേലോ എന്ന് പറയുന്നതൊക്കെ. ദെൻ ഇവിടെ ക്ലാദ്രിൻ കോട്ടഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സെൽ മെംബ്രെയിനിൽ ഇതുപോലെ ക്ലാദ്രിൻ കോട്ട്സ് കാണും. ഇവിടെ സബ്സ്റ്റൻസിനെ എൻഗൾഫ് ചെയ്യും. ദെൻ ഇത് ഫാഗോസോം ആവും അല്ലേ? ഫാഗോസോംസ് ഫോം ചെയ്യും. ദെൻ ഈ ഫാഗോസോംസ് എൻഡോസോമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. എൻഡോസോമുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫാഗോ എൻഡോസോംസ് ഒക്കെ ഫോം ചെയ്യും. അതിനുശേഷമാണ് ലൈസോസോമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. സോ ഈ എൻഡോസോമിൽ വെച്ച് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഫാഗോസോമിലെ റിസപ്റ്റർ പ്രോട്ടീൻസിനെ റീസൈക്കിൾഡ് ബാക്ക് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇതിനെ തിരിച്ച് എൻഡോസോമിൽ വെച്ച് എന്താ സംഭവിക്കുക? ഇവിടെയുള്ള റിസപ്റ്റർ പ്രോട്ടീൻസ് വിൽ ബി റീസൈക്കിൾഡ് ബാക്ക് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. Then it will fuse with the lysosome and the disintegration of the substance will occur in the phagolysosome. So ഇവിടെ എന്താ പറയുന്നത്? In receptor mediated endocytosis, the receptors are typically recycled back to the plasma membrane. Answer നോക്കുക. ലൈസോസോം അല്ല, ഗോൾഗി അപ്പാരറ്റസ് അല്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല. എങ്ങോട്ടാണ് റീസൈക്കിൾ ചെയ്യുന്നത്? ബാക്ക് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. Next one, the uptake of cholesterol into the cell via LDL receptors is an example of. Phagocytosis in example ആണോ? അല്ല, receptors എന്ന് പറയുന്നുണ്ട്. So answer is receptor mediated endocytosis. Receptor mediated endocytosis is the answer. The uptake of cholesterol into cells via the LDL receptor. അതിൻ്റെ എക്സാമ്പിൾ ആണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവോലെ ആർ എൻറിച്ച്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്? കവോലെ എന്ന് പറയുന്നത് ഒരു റിസപ്റ്റർ മീഡിയേറ്റഡ് തന്നെയാണ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. ദേ ആർ എൻറിച്ച്ഡ് ഇൻ, അതെവിടെയാണ് കൂടുതലായിട്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഫ്ലാസ്ക് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു കേവ് ലൈക്ക് സ്ട്രക്ചറൊക്കെയാണ് കാണുക. കൊളസ്ട്രോൾ റിച്ച് റീജിയൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും ഈ കവോലെ നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കവാലോ ആർ എൻറിച്ച്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്? ആൻസർ ഞാൻ പറഞ്ഞു, ദേ ആർ കൊളസ്ട്രോൾ. സോ ഫോസ്ഫാറ്റിഡിൽസെറിൻ വരുമോ? ഇല്ല. ദെൻ കൊളസ്ട്രോൾ ആൻഡ് സ്ഫിംഗോലിപ്പിഡ് ആൻസർ ഉണ്ട്, അതായിരിക്കും ആൻസർ. ഫോസ്ഫാറ്റിഡിൽ കോളിൻ അല്ല, ട്രൈഗ്ലിസറൈഡ്സ് അല്ല. ആൻസർ ഏതാണ്? കൊളസ്ട്രോൾ ആൻഡ് സ്ഫിംഗോലിപ്പിഡ് റിച്ച് റീജിയനിലാണ് നമുക്ക് കവോലെ കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വൺ, കവോലെ ആർ സ്പെഷ്യലൈസ്ഡ് ലിപ്പിഡ് റാഫ്റ്റ് ദാറ്റ് ഫോം. അതിൻ്റെ ഷേപ്പ് പറഞ്ഞു ഒരു കേവ് ലൈക്ക് അല്ലെങ്കിൽ ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണെന്ന്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. കവോലെ ആർ സ്പെഷ്യലൈസ്ഡ് ലിപ്പിഡ് റാഫ്റ്റ് ദാറ്റ് ഫോം. കൊളസ്ട്രോൾ റിച്ച് റീജിയനിലാണ് ലിപ്പിഡ് റാഫ്റ്റ് ഫോം ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ട്യൂബുലാർ ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആണോ? അല്ല. ഫ്ലാസ്ക് ഷേപ്ഡ് ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഫ്ലാറ്റ് റീജിയൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ അല്ല. സ്പെറിക്കൽ വെസിക്കിൾസ് വിതിൻ ദ സൈറ്റോപ്ലാസം അതുമല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ദേ ആർ ഫ്ലാസ്ക് ഷേപ്ഡ് ഇൻവാജിനേഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഫ്ലാസ്ക് അല്ലെങ്കിൽ കേവ് ലൈക്ക് ഇൻവാജിനേഷൻസ് ആണ് കവോലെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കവോലെ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്? കവോലെ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിൻ്റെ characteristic feature. It involves clathrin coated pits അല്ല. It is independent of dynamin. It is a form of receptor mediated endocytosis. ഇതും എന്തിന് തന്നെ എക്സാമ്പിൾ ആണ്? clathrin coated endocytosis പറഞ്ഞ പോലെ തന്നെ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിന് എക്സാമ്പിൾ ആണ് ഈ കവോലെ എന്ന് പറയുന്നത്. Next one, which of the following is not a step in the exocytosis process? Exocytosis processൽ വരാത്തത് ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണെന്ന്? വെസിക്കിൾ ഡോക്കിംഗ്, വെസിക്കിൾ ബഡ്ഡിംഗ്, വെസിക്കിൾ പ്രൈമിംഗ്, വെസിക്കിൾ ഫ്യൂഷൻ. ഇവിടെ വെസിക്കിൾ ഫ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലേ? വെസിക്കിൾ പ്രൈമിംഗ്, ഡോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വെസിക്കുലാർ ട്രാൻസ്പോർട്ട് നടക്കണം. ഇതാണ് നമുക്ക് സൈറ്റോപ്ലാസിനകത്ത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ട വെസിക്കിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ വെസിക്കിളിനെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. അതിനെയാണ് വെസിക്കുലാർ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് വെസിക്കുലാർ ട്രാഫിക്കിംഗ് എന്ന് പറയും? വെസിക്കിൾ മൂവ് ടുവേർഡ്സ് ദ പ്ലാസ്മ മെംബ്രെയിൻ. വെസിക്കുലാർ
ട്രാഫിക്കിംഗ്. ദെൻ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ ട്രാൻസ്മ മെംബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ ഇത് ട്രാൻസിയൻറ്റ് ബൈൻഡിങ്, ഈ വെസിക്കിൾ എന്ത് ചെയ്യും, പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ട്രാൻസിയൻറ്റ് ബൈൻഡിങ് ഒന്ന് ചെറുതായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതിനാണ് വെസിക്കുലാർ പ്രൈമിംഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് വെസിക്കുലാർ പ്രൈമിംഗ്. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും, അത് അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും, കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കും. അതിനെയാണ് വെസിക്കുലാർ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ വെസിക്കുലാർ ഡോക്കിംഗ് കഴിഞ്ഞ് എന്താണ്, വെസിക്കിള് അതുമായിട്ട് ഫ്യൂസ് ചെയ്യും, പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. സോ വെസിക്കുലാർ ഫ്യൂഷനും നടക്കുന്നുണ്ട്. വെസിക്കുലാർ ബഡ്ഡിങ് ഒരു ഇവൻ്റ് ആണോ? അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് വെസിക്കുലാർ ബഡ്ഡിങ്, ഓപ്ഷൻ ബി, വിച്ച് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ എക്സോസൈറ്റോസിസ്. ആ സമയം എൻഡോസൈറ്റോസിസിൽ ഒരു സ്റ്റെപ്പാണ് വെസിക്കുലാർ ബഡ്ഡിങ് അല്ലേ. ആ സെൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്ത് എൻസർക്കിൾ ചെയ്ത് കഴിയുമ്പോൾ ബഡ് ഓഫ് ചെയ്യാണ്, ആ ബൈലെയറിൽ നിന്ന് ബഡ് ചെയ്തിട്ടാണ് ആ വാക്യൂൾ അല്ലെങ്കിൽ വെസിക്കിൾ അവിടെ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലോട്ട് റിലീസ് ചെയ്യുന്നത്. സോ എക്സോസൈറ്റോസിസിൽ വെസിക്കുലാർ ബഡ്ഡിങ് ഇല്ല, സമയം എൻഡോസൈറ്റോസിസിൽ വെസിക്കിൾ ബഡ്ഡിങ് കാണാം. നെക്സ്റ്റ് വൺ, എക്സോസൈറ്റോസിസ് പ്രോസസ് ഫൗണ്ട് ഓൺലി ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ മാത്രം കാണുന്ന എക്സോസൈറ്റോസിസ് പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ടൈപ്പ് എക്സോസൈറ്റോസിസ് ആണുള്ളത്. കോൺസ്റ്റിറ്റ്യൂട്ടീവ്, റെഗുലേറ്റഡ് ആൻഡ് വെസിക്കുലാർ എക്സോസൈറ്റോസിസ്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ബോഡി സെൽസിലും കാണുന്നതാണ്. ഒരു റെഗുലേഷനൊന്നുമില്ല, അങ്ങനത്തെ എക്സോസൈറ്റോസിസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ദെൻ റെഗുലേറ്റഡ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് കാൽഷ്യം ഡിപ്പെൻഡൻ്റ് ആണ്. പർട്ടിക്കുലർ സെൽസിൽ മാത്രമാണ് അത് കാണാനായിട്ട് പറ്റുക, കാൽഷ്യം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്, മസിൽ സെൽസിലൊക്കെ ആയിരിക്കും കാണുക. ദെൻ അത് എക്സോസൈറ്റോസിസ് എപ്പോഴാണ് കാൽഷ്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ട്രിഗർ ചെയ്യുക. കാൽഷ്യത്തിൻ്റെ എമൗണ്ട്, കാൽഷ്യം അയോണിൻ്റെ എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. വെസിക്കുലാർ എക്സോസൈറ്റോസിസ് ആണ് തേർഡ് വൺ, ആൻഡ് വിച്ച് ഈസ് ദ ഓൺലി എക്സോസൈറ്റോസിസ് പ്രോസസ് ഫൗണ്ട് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്ന ഒരേ ഒരു അല്ലെങ്കിൽ ബാക്ടീരിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു എക്സോസൈറ്റോസിസ് ആണ് വെസിക്കുലാർ എക്സോസൈറ്റോസിസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, വെസിക്കുലാർ എക്സോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെലക്റ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയർ എൻവലപ്പ്. സോ നമ്മൾ ന്യൂക്ലിയസിലോട്ട് എത്തിയല്ലേ, ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. Which of the following structure is responsible for the selective permeability of the nuclear envelope? ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ സെലക്റ്റീവ് പെർമിയബിലിറ്റിക്ക് കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്ട്രക്ചേഴ്സ് ആണ്? ന്യൂക്ലിയർ പോസ്, ന്യൂക്ലിയർ ലാമിന, ക്രോമാറ്റിൻ ആൻഡ് ന്യൂക്ലിയോളസ്. ഏതായിരിക്കും? ദ ആർ ന്യൂക്ലിയർ പോസ്. ന്യൂക്ലിയർ ലാമിന എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഇതാണ് ഒരു ന്യൂക്ലിയസ് എന്ന് വിചാരിക്കാം. ന്യൂക്ലിയസും ഡബിൾ മെംബ്രെയിനാണ്, ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗ്യാപ്സ് കാണാനായിട്ട് പറ്റും ഇൻ ബിറ്റ്വീനായിട്ട്, അതിനെയാണ് ന്യൂക്ലിയർ പോസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഇന്നർ മെംബ്രെയിൻ്റെ ഇൻറ്റേർണലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുക. ദെൻ ഇതിനകത്ത് ന്യൂക്ലിയർ ലാമിനയ്ക്ക് അകത്താണ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് അകത്താണ് ന്യൂക്ലിയോളസും ക്രൊമാറ്റിനും ഒക്കെ കാണാനായിട്ട് പറ്റുക. സോ ഈ സെലക്റ്റീവ് പെർമിയബിലിറ്റി ഇതിൽ ഏതുമായിട്ടാണ് റിലേറ്റ്? മോളിക്കുലർ മൂവ്മെൻറ്റിനെ ട്രാഫിക് ചെയ്യുന്നത് ഏതായിരിക്കും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്? ന്യൂക്ലിയർ പോസ് ആണ്. സോ അത് ആൻസർ ഈസ് ഓപ്ഷൻ എ, ന്യൂക്ലിയർ പോസ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ന്യൂക്ലിയോളസ്? ന്യൂക്ലിയോളസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA റിപ്ലിക്കേഷൻ അല്ല. പ്രോട്ടീൻ സിന്തസിസ് എവിടെയാണ്? റൈബോസോമിലാണ്. ലിപ്പിഡ് മെറ്റബോളിസം ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുക? നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ഒക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇവിടെ ആൻസർ എന്താണ്? ന്യൂക്ലിയോളസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് RRNA സിന്തസിസ് ആൻഡ് റൈബോസോം അസംബ്ലി. RRNA, റൈബോസോമൽ RNA സിന്തസിസ് ആൻഡ് റൈബോസോം അസംബ്ലി ആണ് ന്യൂക്ലിയോളസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.